ഹായ് ഫ്രണ്ട്സ്, ആകാശ വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക്. അപ്പം ഞാനാണെങ്കിൽ ഒരു സന്തോഷം പറയാനുണ്ട്, സങ്കടവും പറയാനുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം സന്തോഷം തന്നെ പറയാം. നമ്മുടെ ഫാമിലിയിലേക്ക് ഒത്തിരി പേര് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ആ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് കേട്ടോ. കാരണം നമ്മുടെ വീഡിയോ എനിക്കറിയാം, എൻ്റെ വീഡിയോയിലെ കുറവുകളൊക്കെ എനിക്കറിയാം. പക്ഷേ എൻ്റെ സമയപരിധിക്കും എൻ്റെ യൂട്യൂബ് എനിക്ക് വലിയ അറിവില്ലാത്തൊരു ഫീൽഡാണ്. ഉള്ളത് വെച്ച് ഓണം പോകാതിരി ഞാൻ വെക്കുന്നതാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. അതിന് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് സങ്കടം എന്താണെന്ന് വെച്ചാൽ, കഴിഞ്ഞ ലോങ് വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ആകാശമൊക്കെ പുതിയൊരിടത്ത് ഫിസിയോയ്ക്ക് പോകുന്നതാണെന്ന്. അപ്പോൾ നമ്മൾ തലേദിവസം എല്ലാം പോകാൻ വേണ്ടിയിട്ട് എല്ലാം പ്ലാൻ ചെയ്ത് എല്ലാം റെഡി ആയതാണ്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ എന്ത് പറ്റിയെന്ന് വെച്ചാൽ, മോൾക്ക് സുഖമില്ലാണ്ടായിട്ടോ രാവിലെ. അപ്പോൾ ഇവൾക്ക് രാവിലെ ഫിക്സ് വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് അവൾ ആക്ച്വലി ഉറങ്ങണം. പക്ഷെ അന്ന് അവൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അപ്പോൾ പെട്ടെന്ന് അവൾക്ക് എന്തോ ബുദ്ധിമുട്ട്, കാരണം അവൾക്ക് എന്താണെന്ന് മെയിനായിട്ട് അവൾക്ക് എന്താ ബുദ്ധിമുട്ടെന്ന് പറയാൻ അറിയാൻ വയ്യാത്തത് വലിയൊരു സങ്കടം കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് കുഞ്ഞ് ഉറങ്ങാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവൾക്ക് ഉറങ്ങാൻ പറ്റിയില്ല. അവൾക്കിന് തലവേദനയാണോ വന്നത്, എന്ത് ബുദ്ധിമുട്ടാണ് വന്നതെന്ന് കുഞ്ഞിന് പറയാൻ വയ്യ. അപ്പം നമ്മൾ നെറ്റിയിൽ ഇങ്ങനെ കൈവച്ച് നോക്കിയപ്പോൾ ഇങ്ങനെ പടപട ഇടിക്കുന്നു. അപ്പം നമുക്ക് തലവേദന ഉണ്ടെന്ന്. അപ്പോൾ ഇത്തിരി വിക്സൊക്കെ ഇട്ട് കൊടുത്ത്. അപ്പോൾ ഞാൻ കുറച്ച് നേരം എടുത്തുകൊണ്ട് നടക്കാമെന്ന് വിചാരിച്ചിട്ട് കുറച്ച് നേരം എടുത്തുകൊണ്ടൊക്കെ നടന്നെങ്കിൽ അവൾക്ക് ഉറക്കാൻ പറ്റി. എന്തോ അവൾക്ക് സങ്കടമായിട്ട് അവളങ്ങ് കരഞ്ഞു കേട്ടോ. അപ്പോൾ ഭയങ്കര വിഷമമായി അവൾക്ക് ഉറങ്ങാൻ പറ്റാതെ. പിന്നെ അവൾ കരഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആകെ ഒരു കളിപ്പാട്ടം എന്ന് പറഞ്ഞാൽ ഒരു ഐഡിയ എന്ന് വെച്ചാൽ മിയാമോളെ വിളിക്കുക എന്നുള്ളതാണ്. കാരണം അവൾക്ക് ഏറ്റവും ഇഷ്ടം അവളെ ആട്ടോ. അവളുടെ കൂടെ കളിക്കുന്ന, അവളുടെ കൂടെ ചിരിക്കുന്നതൊക്കെ അവൾക്ക് ഇഷ്ടം. അങ്ങനെ നമ്മൾ മിയാമോളെ വിളിച്ചു കേട്ടോ. കുഞ്ഞ് രാവിലെ സ്കൂളിൽ പോകേണ്ട, അവൾ ഉറങ്ങിക്കിടന്ന് അവളെ രാവിലെ 6 മണിക്കാട്ടോ അവളെ വിളിച്ച്. അപ്പോൾ ചേച്ചിമാർ രണ്ടുപേരും മിയാമോളും കൂടെ ഇവിടെ വന്നു കേട്ടോ. വന്ന് ചേച്ചി മോളെ എന്നൊക്കെ പറഞ്ഞ് മിയാമോൾ കുറച്ച് നേരം കളിച്ചപ്പം കരച്ചിലൊക്കെ അങ്ങ് മാറി, ഓക്കെ. പിന്നെ ഇവൾ ഉറങ്ങണമല്ലോ കുഞ്ഞ്. അപ്പോഴത്തേക്കും നേരം വെളുത്ത് നമ്മുടെ വെട്ടമൊക്കെ വന്നു തുടങ്ങിയല്ലോ. പെട്ടെന്ന് തന്നെ ബെഡ്റൂമിൽ പോയിട്ട് ഫുള്ള് ജനലെല്ലാം ക്ലോസ് ചെയ്ത് വെട്ടം വരാതെ വന്നിട്ട് മിയാമോളെ ഇവിടെ കൂടെ കിടത്തി ഉറക്കി. അന്ന് കുഞ്ഞിനെ സ്കൂളിലും വിട്ടില്ല. അങ്ങനെ മോള് ഇവിടെ കിടക്കടി മോളെ, അവിടെ അസ്വസ്ഥതകളൊക്കെ മാറട്ടെന്ന് പറഞ്ഞ് അന്ന് സ്കൂളിൽ വിട്ടില്ല. അങ്ങനെ രണ്ടുപേരോട് അവിടെ കിടന്ന് കുറച്ച് നേരം ഉറങ്ങിയെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഉറങ്ങില്ല. എന്താ പറ്റുക, അവളൊന്ന് ഉറങ്ങാൻ കിടന്നപ്പോഴത്തേക്ക് അടുത്ത പ്രശ്നം വന്നു കേട്ടോ, വോമിറ്റിങ്. കാരണം ഉറങ്ങിയതുമില്ല, ഫിക്സും വന്ന് അവൾക്ക് വോമിറ്റിങ് കൂടെ വന്നപ്പോഴത്തേക്ക് ആകെ കഷ്ടമായിട്ടോ. പിന്നെ അവൾ വോമിറ്റിങ് തുടങ്ങിയിട്ട് ആ കുഞ്ഞിനെ ഒന്ന് അവൾ ഉറങ്ങും, വോമിറ്റിങ് വരും, പിന്നെ ഉറങ്ങും. അങ്ങനെ വന്ന് ലാസ്റ്റ് ഞാൻ പറഞ്ഞ വെച്ചാൽ നമുക്ക് വോമിറ്റിങ്ങിൻ്റെ മരുന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ മരുന്ന് കൊടുത്തു കഴിഞ്ഞിട്ട് എന്താ, പിന്നെ നിൽക്കുന്നില്ലെന്നേ. ആ മരുന്ന് വോമിറ്റ് ചെയ്ത് പിന്നെ വോമിറ്റ് ചെയ്യാൻ വെച്ചാൽ എൻ്റെ ദൈവമേ എന്താ ചെയ്യുക, ഹോസ്പിറ്റലിൽ പോകണോ വേണ്ട, ആകെപ്പാടെ ഒരു ടെൻഷൻ. കാരണം മരുന്നൂടെ കൊടുത്തു കഴിഞ്ഞാൽ വോമിറ്റ് ചെയ്യുമ്പോൾ ഭയങ്കര ടെൻഷനാവുമേ. അന്ന് നേരം വെളുത്തതോ ഉച്ചയായതോ വൈകിട്ടായതോ ഒന്നും അറിഞ്ഞില്ല കേട്ടോ. അങ്ങനെ ഒരു ദിവസമായിരുന്നു. അത് കഴിഞ്ഞ ശേഷം പിന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് അച്ഛൻ നമുക്കൊന്ന് ഇച്ചിരി വെള്ളം കോരി വെച്ചൊന്ന് കുളിപ്പിച്ചെടുക്കാം, അവളൊന്ന് ഫ്രഷ് ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഉച്ച കഴിഞ്ഞിട്ടൊന്ന് കുളിപ്പിച്ച് അത് കഴിഞ്ഞിട്ട് ഇച്ചിരിയും പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഒരു ഇത്തിരിയും റാഗി മാട്ട് കുറുക്ക് കൊടുത്ത്. ഞാൻ പറഞ്ഞു ഇച്ചിരിയും വെള്ളം പോലെ കൊടുക്കുമ്പോൾ, കാരണം വയറ്റിൽ എന്തെങ്കിലും കിടക്കണമല്ലോ, എല്ലാം ഇങ്ങനെ ഛർദ്ദിച്ച് പോവുകയാണല്ലോ. അപ്പോഴത്തേക്കും അവൾ കുഴഞ്ഞു കേട്ടോ. കാരണം അവൾ കഴിക്കുന്ന എമൗണ്ട് ഒരു ഇച്ചിരിയേ ഉള്ളൂ. അപ്പം അത്രയും കൂടെ നമ്മൾ വൊമിറ്റ് ചെയ്യുമ്പോൾ അറിയാമല്ലോ അത്രമാത്രം എനർജി എടുത്തിട്ടാണ് അവൾ ഛർദ്ദിച്ചത്. അപ്പോൾ ആ എനർജിയും കൂടെ എടുത്ത് ഛർദ്ദിച്ച് അവിടെ ഉള്ള കപ്പാസിറ്റിയും പോയിട്ട് അപ്പോഴത്തേക്ക് കുഞ്ഞ് തളരാൻ തുടങ്ങി. അപ്പോഴത്തേക്ക് ഞങ്ങൾ എന്ത് ചെയ്ത് എങ്കിൽ കുറച്ച് കുളിപ്പിച്ചപ്പോൾ അവൾ ഒത്തിരിയോടൊന്ന് ഫ്രഷായി. പിന്നെ മിയാമോളുണ്ടായിരുന്നല്ലോ, അപ്പോൾ അവളും ഉറങ്ങി എഴുന്നേറ്റാണ്. അവളുടെ കളിയും ചിരിയൊക്കെ. അപ്പോൾ അവിടെ മൈൻഡ് കുറച്ച് മാറി കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം കുളിയൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് റാഗിയുമായിട്ട് അപ്പം മിയാമോക്ക് അടുത്തിരുത്തിയിട്ട് അവൾക്കും ഫുഡ് കൊടുത്ത് മോളും അവിടെ കൂടി ഇരുന്ന് കഴിക്കടി. അപ്പോൾ അവളും കഴിക്കുമ്പോൾ അങ്ങനെ കഴിച്ച് ദൈവമേ പ്രാർത്ഥിച്ച് കഴിച്ച് അത് ഛർദ്ദിക്കലെന്ന്. അങ്ങനെ ഒരു കുറച്ച് കുറുക്ക് വയറ്റിലായിട്ടോ. സന്തോഷം. അങ്ങനെ ഉച്ച കഴിഞ്ഞ് ഒരു വൈകിട്ടായപ്പോഴത്തേക്ക് കുറച്ച് ബെറ്റർ ആയിട്ടോ. അപ്പോൾ അന്ന് ഫിസിയോയ്ക്ക് പോക്ക് നടന്നില്ല. പിന്നെ അച്ഛയാണെങ്കിൽ അവരുടെ അടുത്ത് പോയി പറഞ്ഞു, ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അതുകൊണ്ട് നമ്മളിന്ന് വരുന്നില്ല, നാളെ കണ്ടിന്യൂ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ അഡ്വാൻസ് പൈസയൊക്കെ കൊടുക്കണമായിരുന്നു. അപ്പോൾ അതും നാളെ കുഞ്ഞ് വരുമ്പം തന്നാൽ മതി എന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ പോയിട്ട് അച്ഛൻ അവിടെ പോയി സംസാരിച്ചൊക്കെ ചെയ്തിട്ട് വന്നു കേട്ടോ. നമുക്ക് ഇവർക്ക് എന്തായാലും നമ്മൾ ആദ്യം അങ്ങ് ടെൻഷൻ അടിക്കും കേട്ടോ. ടെൻഷൻ ആകുമ്പോഴത്തേക്ക് പിന്നെ നമുക്കൂടെ തലവേദന. കാരണം നമുക്ക് തലവേദന അസുഖം വന്ന് പിന്നെ കുഞ്ഞിനെ നോക്കാനും നമുക്കൊരു
വിഷമമാവുമേ. കാരണം നമ്മൾ ഫ്രീ ആയിട്ടിരുന്നെങ്കിൽ മാത്രമല്ല അവളെ നോക്കാൻ നമുക്കൊരു ഫ്രീ മൈൻഡ് വരുവാന്നേ. അപ്പോഴത്തേക്ക് അച്ഛയ്ക്കും തലവേദനയായി ആകപ്പാടെ. കാരണം ഇവർക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ബൾബ് അണയുന്ന മാതിരി നമ്മളെല്ലാവരും ഒരുമാതിരി ടെൻഷനായിപ്പോയി. ഞങ്ങൾക്കാണെങ്കിലും ചേച്ചിമാരൊക്കെ ആകപ്പാടെ ഒരു വല്ലാത്ത അവസ്ഥയായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം കുഴപ്പമില്ല കേട്ടോ, അവൾ പിന്നെ ഉറങ്ങണം കേട്ടോ. ഇവർക്ക് ഉറക്കം എന്ന് പറയുന്നത് വലിയൊരു പ്രശ്നമാണ് കേട്ടോ. അങ്ങനെ പിന്നെ അന്ന് രാത്രി ഉറങ്ങി, പിന്നെ പിറ്റേ ദിവസം തൊട്ട് പോയി തുടങ്ങി കേട്ടോ. അങ്ങനെ ഒരു സങ്കടം ഉണ്ടായിരുന്നു കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞ് ഷോർട്സിൽ ഞാൻ പറഞ്ഞിട്ടാണ് നമ്മുടെ പ്ലാനിങ്ങുകളൊന്നും നടക്കാറില്ല എന്ന്. അതുകൊണ്ട് ഇപ്പം ഞാനൊന്നും പ്ലാൻ ചെയ്യാറില്ല. അപ്പം വീഡിയോ എടുക്കുമ്പോഴേ ഇതന്നെ അബദ്ധം പറ്റുന്നത്. നേരത്തെ ഞാൻ ആലോചിക്കും വീഡിയോ എടുക്കണമെന്ന്, അപ്പോഴന്നത് നടക്കത്തില്ല. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താ, സാമ്പാർ വെക്കാനുള്ള പരിപാടി. അപ്പോൾ ഫിസിയൊക്കെ പോയി കഴിഞ്ഞിട്ടോ, അപ്പോൾ കുറേ നാൾ കഴിഞ്ഞിട്ട് എടുത്ത വീഡിയോ കേട്ടോ ഇത്. അപ്പോൾ അതിനകത്ത് ഉരുളൻകിഴങ്ങ് മാത്രം ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഉരുളൻകിഴങ്ങ് ഇട്ട് ജസ്റ്റ് ഒരു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. കാരണം ഫിസിയോയ്ക്ക് പോയിട്ട് വരുമ്പോൾ തന്നെ ഉച്ച കഴിയും കേട്ടോ. അപ്പോൾ പെട്ടെന്ന് വെച്ചെങ്കിൽ മാത്രമേ ബാക്കിയുള്ള പരിപാടികളൊക്കെ നടക്കുകയുള്ളൂ. വാഷിംഗ് മെഷീനിൽ തുണി കിടപ്പുണ്ട്, അതൊക്കെ ക്ലീൻ റെഡിയാക്കി ഇടണം, എങ്കിലേ അടുത്ത തുണി ഇടാൻ പറ്റുള്ളൂ. അങ്ങനെ ഓരോരോ പരിപാടികൾ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളെ സുഖമായിട്ടിരിക്കുന്നു. ഇപ്പോൾ മോള് കുറച്ച് ഓക്കെ ആയിട്ടുണ്ട്, ഫിസിയോയ്ക്ക് പോകുന്നുണ്ട്. പിന്നെ എല്ലാവരും പ്രാർത്ഥിക്കണം. സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. എൻ്റെ വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം, ഞാൻ നന്നായിട്ട് ശ്രമിക്കാം. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവർക്കും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ആകാശമായിട്ടാണ് ചുമക്കുന്നത്, എൻ്റെ മടിയിൽ ഇരിപ്പുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒത്തിരി താങ്ക്സ് കേട്ടോ. കാരണം ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല നമുക്കൊക്കെ സബ്സ്ക്രൈബേഴ്സൊക്കെ വരുമെന്നുള്ളത്. അപ്പോൾ ഒരുപാട് സന്തോഷം, ഒരുപാട് നന്ദി. അപ്പോൾ എല്ലാവരും സന്തോഷത്തോടെ സേഫായിട്ടിരിക്കുക. എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ആൾ. അങ്ങനെ എൻ്റെ സാമ്പാർ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ആ കുട്ടിക്ക് അന്ന് സാമ്പാറാട്ടോ, സാമ്പാറും പിന്നെ സാമ്പാർ ഉരുളൻകിഴങ്ങ് മാത്രമേ കുഞ്ഞിന് കൊടുക്കൂട്ടോ. എരിയൊന്നും നമുക്ക് പറ്റത്തില്ല കേട്ടോ. കാരണം അതെങ്ങാനും മണ്ടയ്ക്ക് കയറി കഴിഞ്ഞാൽ നമുക്ക് ചുമയുണ്ടല്ലോ, അതൊക്കെ പ്രശ്നം. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബൈ.